നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ ആദ്യത്തെ പോയിൻ്റാണ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ ജനറൽ മെത്തേഡ്. നമ്മളിത് ക്ലാസ്സിൽ പലതവണ എടുത്തതാണ്, എന്നാലും വളരെ പെട്ടെന്ന് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമുക്ക് വേഗം നിന്ന് നോക്കി പോകാം. അപ്പോൾ ഇത് ഒപ്റ്റിമാലിറ്റി എന്നുള്ള പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു അപ്രോച്ചാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിന് 4 സ്റ്റേജുകളുണ്ട്. ഒന്ന് ആദ്യത്തേത് പ്രോബ്ലം ഡീകമ്പോസിഷൻ, 2 സോൾവിങ് സബ് പ്രോബ്ലംസ്, 3 സ്റ്റോർ സൊല്യൂഷൻസ്, 4 റീയൂസ് സൊല്യൂഷൻസ്. അപ്പം ഞാനിത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഞാൻ ഒരു എക്സാമ്പിൾ വഴി നമുക്കിത് ഓരോന്നും പറഞ്ഞു പോകാം. 2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുന്നു എന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വേഗം തിരിച്ച് ഈ പോയിന്റിലേക്ക് തിരിച്ചു വരാം. അപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സബ് പ്രോബ്ലമായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഓരോ സബ് പ്രോബ്ലത്തിൻ്റെയും സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ആദ്യം പ്രോബ്ലത്തെ ഡീകമ്പോസ് ചെയ്യും, പല സബ് പ്രോബ്ലം ആക്കും, അതിനുശേഷം അതിനെ ഓരോ സബ് പ്രോബ്ലത്തെയും സോൾവ് ചെയ്യും. അപ്പം ചില കേസിൽ നമ്മൾ ഈ സബ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇതേ സബ് പ്രോബ്ലം വേറെ പല സ്ഥലത്തും ആവശ്യമായിട്ട് വരും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സബ് പ്രോബ്ലംസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് റീയൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ കണ്ടു കഴിയുമ്പം നിങ്ങൾക്ക് വേറൊരു അപ്രോച്ച് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാകും. അതായത് ഒരു പ്രോബ്ലം എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് 1, അതിനുശേഷം 2, അല്ലേ? ഇത്തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. പിന്നെയും അതിനെ ഫർദർ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോന്നിനെയും നമ്മൾ സോൾവ് ചെയ്തിട്ട് ഇതേ സൊല്യൂഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ടോട്ടൽ വലിയൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നു. നമ്മളിത് എവിടെയാണ് കണ്ടത്? ഇത് ഡിവൈഡ് ആൻഡ് കോൺകർ, അല്ലേ? ഡിവൈഡ് ആൻഡ് കോൺകറിൽ നിങ്ങൾ പഠിച്ച ഒരു അപ്രോച്ചാണ്. പക്ഷേ ഈ ഡൈനാമിക് പ്രോഗ്രാം എങ്ങനെയാണ് ഈ ഡിവൈഡ് ആൻഡ് കോൺകറുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ഈ ഡിവൈഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന സബ് പ്രോബ്ലം ഓരോന്നും സെപ്പറേറ്റ് ആണ്, അല്ലേ? ഓരോന്നും സെപ്പറേറ്റ് ആണ്. പക്ഷേ ഈ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ അങ്ങനെയല്ല. ഈ പ്രോബ്ലം ചിലപ്പം ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം, ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ചിലപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇവിടെ ഓരോന്നും സബ് പ്രോബ്ലം ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ സബ്ബായിട്ട് വരുന്നത് ഒരിക്കലും അടുത്ത പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നില്ല, എവിടെ? ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ. പക്ഷേ ഈ ഡൈനാമിക് പ്രോഗ്രാമിൽ എങ്ങനെയാണ്? ഒരു സൊല്യൂഷൻ ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് വളരെ പെട്ടെന്നൊരു എക്സാമ്പിൾ കാണാം. നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു ഫിബൊനാച്ചി നമ്പർ കണ്ടുപിടിക്കുന്നത്, ഫിബൊനാച്ചി സീരീസ്. എന്താണ് ഫിബൊനാച്ചി സീരീസ്? ആദ്യത്തെ വാല്യൂ 0 ആണ്, രണ്ടാമത്തെ വാല്യൂ 1 ആണ്. ഇത് പരസ്പരം കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അടുത്ത നമ്പർ 1, അല്ലേ? തൊട്ട് പ്രീവിയസ് 2 വാല്യൂ കൂട്ടുന്നത് എന്താണോ അതാണ് അടുത്ത വാല്യൂ, അല്ലേ? 1 + 1 2. ഇനി അടുത്തത് എന്താ വരിക? 1 + 2 ആണ് 3 വരിക. 2 + 3 ആണ് അടുത്ത വാല്യൂ 5, അല്ലേ? അടുത്ത വാല്യൂ 3 + 5 ആയിരിക്കും 8 എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 13 അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ഫിബൊനാച്ചി സീരീസ്. അപ്പോൾ നമുക്ക് ഈ ഫിബൊനാച്ചി സീരീസിന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതാം. ആ ഫംഗ്ഷൻ ഫിബ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക? ഇഫ് n < 1, അതായത് ഒന്നുകിൽ n 0 ആകാം, അല്ലെങ്കിൽ 1 വരാം. ഈ 2 കേസിലും ഇവിടെ ഈ വാല്യൂ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ? അതായത് 0 അല്ലെങ്കിൽ 1 എന്താണേലും റിട്ടേൺ ചെയ്യും. അതായത് സപ്പോസ് n 0 ആണെന്ന് ഇരിക്കുക, നമ്മൾ n റിട്ടേൺ 0 റിട്ടേൺ ചെയ്യും. സപ്പോസ് n 1 ആയിരുന്നെന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും? 1 റിട്ടേൺ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് 0, ഇഫ് n = 0 റിട്ടേൺ ചെയ്യും. ഇഫ് n = 1 റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും അല്ലെങ്കിൽ ഇത്തിരി പ്രശ്നമാണ്. എന്താണ്? എൽസ്. നമുക്ക് ഫിബൊനാച്ചി n-1 പ്ലസ് ഫിബൊനാച്ചി n-2 നമുക്ക് ആഡ് ചെയ്ത് റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഫിബ് എന്നുള്ള ഫംഗ്ഷൻ എന്താ? സപ്പോസ് ഇവിടെ എന്നിൻ്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് 5 ആണെങ്കിൽ ഇത് രണ്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം അടുത്തത് എന്ത് ചെയ്യും? അടുത്തത് n-1, അല്ലേ? ആദ്യം ഇങ്ങനെ ചിന്തിക്കാം, n-1 ആദ്യം 4 പ്ലസ് ഫിബൊനാച്ചി ഓഫ് 3 റിട്ടേൺ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ഈ ഫിബ് ഓഫ് 4 കണ്ടുപിടിക്കണമെങ്കിലോ നമ്മൾ എന്ത് വേണം? നമുക്ക് ഫിബ് ഓഫ് 3യും ഫിബ് ഓഫ് 2 കൂടെ ആഡ് ചെയ്താലല്ലേ കിട്ടുള്ളൂ.
ഫിബ് ഓഫ് 2യുടെ ആഡ് ചെയ്താലേ കിട്ടുള്ളൂ. ഉദാഹരണം, നമുക്ക് അഞ്ചാമത്തെ വാല്യൂ ഇത് കാണണം എന്ന് വിചാരിച്ചോ. 1 2 3 4 5 അഞ്ചാമത്തെ വാല്യൂ കാണണമെങ്കിൽ ആദ്യം നമ്മൾ 4 കാണണം, 3യും കാണണം. ഇത് കണ്ടാൽ മാത്രമല്ല ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 കാണണമെങ്കിലോ അടുത്ത പഴയ നമ്പർ തന്നെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഫിബൊനാച്ചി 5 കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഫിബൊനാച്ചി 4 കാണണം, അതേപോലെ ഫിബൊനാച്ചി 3 കാണണം. ഇനി ഈ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ, ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടണം എന്ത് ചെയ്യണം? ഫിബ് ഓഫ് 4 കാണണമെങ്കിൽ ഫിബ് ഓഫ് 3 കാണണം, 2ഉം കാണണം. ഈ 3യും 2ഉം കാണണമല്ലോ, പിന്നെയും താഴത്തെ ഫിബ് ഓഫ് 2ഉം ഫിബ് ഓഫ് 1ഉം അല്ലേ? അപ്പം നമ്മൾ സാധാരണ അപ്രോച്ചുകളെല്ലാം എങ്ങനെയാണ്? ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടി വന്നാൽ ആ ഫംഗ്ഷൻ്റെ സബ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ പിന്നെയും ഇൻവോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് റിക്കേഷൻ എന്ന് പറയുന്ന സംഗതി. പക്ഷേ ഇവിടെ രസം എന്താണെന്നറിയോ? ഇവിടെ ഫിബ് ഓഫ് 5 കണ്ടുപിടിക്കാൻ വേണ്ടി ഫിബ് ഓഫ് 4 കാൽക്കുലേറ്റ് ചെയ്തു, ശരിയല്ലേ? ഫിബ് ഓഫ് 4 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫിബ് ഓഫ് 3 കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ രസം എന്താണെന്നറിയോ? ഇവിടെ ഈ ഫിബ് ഓഫ് 3 ഇവിടെ നമ്മൾ ഫിബ് ഓഫ് 3 ഇവിടെ ഒരു തവണ യൂസ് ചെയ്യുന്നുണ്ട്, ഫിബ് ഓഫ് 3 ഇവിടെ ഒരു തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 2 തവണയല്ലേ ഉള്ളൂ. 2 തവണ ഈ ഫിബ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും സെയിം വാല്യൂ അല്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് വേറൊരു നമ്പർ എടുക്കാം. ഇപ്പോൾ ഉദാഹരണം, ഫിബ് ഓഫ് 2 ഇവിടെ ഒരു തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഫിബ് ഓഫ് 2 ഇവിടെ ഒരു തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് രണ്ടാം തവണ. അതേപോലെ ഫിബ് ഓഫ് 2 ഇവിടെ മൂന്നാം തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിബ് ഓഫ് 2 ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫിബ് ഓഫ് 1 ഇതൊന്ന്, ഫിബ് ഓഫ് 1 ഇത് രണ്ടാം തവണ, ഇത് മൂന്നാം തവണ, ഇത് നാലാം തവണ, അഞ്ചാം തവണ. ഇത്തരത്തിൽ സബ് റിക്കേഷൻ കോൾ ചെയ്യുമ്പോൾ പല തവണ ഇതേ ഒരു തവണ കണ്ടുപിടിച്ച വാല്യൂ പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് ഓരോ തവണയും. ഉദാഹരണം, ഫിബ് ഓഫ് 4ന് വേണ്ടിയിട്ട് നമ്മൾ ഫിബ് ഓഫ് 3യും ഫിബ് ഓഫ് 2ഉം കാൽക്കുലേറ്റ് ചെയ്തു. അതിന് വേണ്ടി ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ രണ്ടാമത് ഇവിടുത്തെ ഫിബ് ഓഫ് 3 കാണാൻ വേണ്ടി പിന്നെയും ഫിബ് ഓഫ് 2 കണ്ടു, ഫിബ് ഓഫ് 1. അപ്പോൾ അതായത് ഒരു കാര്യം തന്നെ പലതവണ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇഷ്യൂ. ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അതെങ്ങനെയാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് സൊല്യൂഷനായിട്ട് വരിക? അതായത് നമ്മൾ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ളൊരു മോഡൽ, ഫിബൊനാച്ചി സീരീസിൻ്റെ ഈ സ്ട്രക്ചർ മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയതിന് ശേഷം അതിന് താഴെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ സബ് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ, ഉദാഹരണം ഇതിൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ ഇവിടെ ഫിബ് ഓഫ് 1 ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഫിബ് ഓഫ് 0 അത് ഓൾറെഡി രണ്ടും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 1 ആണെന്നും ഇത് 0 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടും അറിയാമെങ്കിൽ ഈ ഒരൊറ്റ തവണ ഫിബ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഫിബ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ഫിബ് ഓഫ് 1 ഉണ്ടോ അവിടെയൊക്കെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുമ്പോൾ രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവില്ല, ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മെക്കാനിസം ഉണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഈ സ്പേസിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. ഉദാഹരണം, ഫിബൊനാച്ചി സീരീസിലെ 0യും 1ഉം നമുക്ക് ഓൾറെഡി 0യും 1ഉം തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എപ്പോഴാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫിബൊനാച്ചി നമ്പർ എവിടെയാണ്? ഇവിടെ സപ്പോസ് ഇവിടെയാണ് നമ്മൾ ഫിബൊനാച്ചി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചോ. ഫിബൊനാച്ചി 2 0യും 1ഉം കൂട്ടിയിട്ട് ഇവിടെ ഈ 2ലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. സെക്കൻഡ് അറയിലേക്ക് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി വേറെ എവിടെ ആവശ്യം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഈ ബോക്സിൽ നിന്നും ഫിബൊനാച്ചി ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുമ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഈ ഫിബൊനാച്ചി 2ഉം 1ഉം നമുക്ക് ഓൾറെഡി ഫിബൊനാച്ചി 1 നമുക്ക് തന്നിട്ടുണ്ടല്ലേ? ഫിബൊനാച്ചി 1 ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് തൽക്കാലം മാറ്റുകയാണ്. ഇവിടെ ഓൾറെഡി 1 കൊടുത്തിട്ടുണ്ട്. ഈ ഫിബൊനാച്ചി 1ഉം 2ഉം കൂട്ടി 3 കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ ഫിബൊനാച്ചി 3 അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 എന്നുള്ള വാല്യൂ എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിവിടെ 2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഫിബ് ഓഫ് 3 എവിടെ ഈ ഫംഗ്ഷൻ കണ്ടാലും ഈ വാല്യൂ ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്യപ്പെടും. ഫിബ് ഓഫ് 3 ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്യപ്പെടും. അതിനുശേഷം ഫിബ് ഓഫ് 3യും ഫിബ് ഓഫ് 2ഉം ഫിബ് ഓഫ് 4 എവിടെയൊക്കെ കാണുന്നോ ആ സമയത്ത് ഫസ്റ്റ് കാൽക്കുലേഷൻ നടന്നു കഴിയുമ്പോൾ ഫിബ് ഓഫ് 4, അതായത് 2ഉം 3യും കാൽക്കുലേറ്റ് ചെയ്തു. 2 3, അതായത് 3 + 1 4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. എപ്പോഴൊക്കെയാണോ ഫിബൊനാച്ചി 4 വേണ്ടത് അപ്പോൾ ഈ ബോക്സിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലോ ഫിബ് ഓഫ് 3യുടെ വാല്യൂ 2 ആണ്, ഫിബ് ഓഫ് 4ൻ്റെ വാല്യൂ ഫിബ് ഓഫ് 4 ഇവിടെ 3 ആണ്. 3 ആണ്. അപ്പോൾ അവിടെ ഫിബൊനാച്ചി 4 3 ആണ്,
ഫിബൊനാച്ചി 3 2 ആണ്, ഇത് തമ്മിൽ ആഡ് ചെയ്ത് ഇവിടെ ഫൈനൽ സൊല്യൂഷൻ ഇവിടെ 5 എന്ന് വരും. അപ്പോൾ ഇവിടെ ആദ്യ സമയത്ത് എത്ര തവണ ഈ ഫിബൊനാച്ചി സീരീസ് കോൾ ചെയ്തു? ഇത് ഒന്നാം തവണ കോൾ ചെയ്തു, രണ്ടാം തവണ ഫംഗ്ഷൻ കോൾ ചെയ്തു, മൂന്നാം തവണ 4 5 6 7 8 9 10 11 12 13 14 15 തവണയാണ് നമ്മൾ ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഇവിടെയോ നമ്മൾ ഫിബൊനാച്ചി സീരീസ് യൂസ് ചെയ്തപ്പോഴോ ഫിബൊനാച്ചി 5 വേണ്ടിയിട്ട് ഫിബൊനാച്ചി 5 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം 4ഉം 3യും കോൾ ചെയ്തു. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി 2ഉം 1ഉം കോൾ ചെയ്തു 0 അല്ലേ. ആകെ 5 തവണ ഈ ഫിബൊനാച്ചി 5 വേണ്ടിയിട്ട് 5 തവണ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തു. ഓക്കെ, അപ്പം 15 ഇനീഷ്യലി 15 സാധാരണ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് വഴി എത്രയാക്കിയത്? അത് ഫിബൊനാച്ചി 4 കോൾ ചെയ്തു, 3 2 1 0 ആകെ 5 തവണയെ ഇത് കോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഫിബൊനാച്ചി സീരീസ് വഴി നമുക്ക് ഈ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്കിനി തിരിച്ചു വരാം. ഇവിടെ നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം വച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പ്രോബ്ലം ഡീകമ്പോസിഷൻ. ഈ പ്രോബ്ലം ഡീകമ്പോസിഷനാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുക. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ മാത്തമാറ്റിക്കലായിട്ടുള്ള മോഡൽ ഉണ്ടാക്കി, ബിൽഡ് എ മാത്തമാറ്റിക്കൽ മോഡൽ ഓഫ് ദ സൊല്യൂഷൻ. അതിനുശേഷം എന്ത് ചെയ്തു? റിക്കേഷൻ, റിപ്പീറ്റിംഗ് ദ സെയിം ആക്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് ഇൻപുട്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഓരോന്നും നമ്മൾ ഈ മോഡൽ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യം ഫിബൊനാച്ചി 4 കാൽക്കുലേറ്റ് ചെയ്തു, ഫിബൊനാച്ചി 3 കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഫിബ് എന്നുള്ള ഫംഗ്ഷൻ ഈ സെയിം ഫംഗ്ഷനാണ് അല്ലേ, സെയിം ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യും, പലതവണ ഇതേ വാല്യൂ കോൾ ചെയ്തു. ആദ്യം 4 ഇട്ടു, 3 ഇട്ടു, 2 ഇട്ടു, അങ്ങനെ ഓരോ തവണ കോൾ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ബോട്ടം അപ്പ് കമ്പ്യൂട്ടേഷൻ. നമ്മൾ ഓരോ തവണ വാല്യൂ കണ്ടുപിടിച്ചപ്പോഴും അത് നേരെ നമ്മൾ ഈ ബോക്സിലേക്ക് സ്റ്റോർ ചെയ്തു അല്ലേ, സ്റ്റോർ ചെയ്തു. എന്നിട്ടോ ഈ താഴേന്ന് ബോട്ടം അപ്പ് ഇത് രണ്ടും കൂട്ടിയിട്ട് 2 ഉണ്ടാക്കി, ഈ 2ഉം 1ഉം കൂട്ടി, 1 ഇവിടെ ഓൾറെഡി കിട്ടി, 1ഉം 2ഉം കൂടി 3 ഉണ്ടാക്കി. അങ്ങനെ താഴേന്ന് മുകളിലേക്ക് വന്ന് ഫൈനൽ പ്രോബ്ലം. ഇതാണ് ഫൈനൽ പ്രോബ്ലം. ഫിബൊനാച്ചി 5 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫൈനൽ പ്രോബ്ലം. അത് നമ്മൾ എന്ത് ചെയ്തു? അത് സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ. ഓക്കെ, ബോട്ടം അപ്രോച്ച്. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫോർ ഈച്ച് പോസിബിൾ സബ് പ്രോബ്ലം. എല്ലാ സബ് പ്രോബ്ലംസും കണ്ടുപിടിച്ചതിൽ നിന്നും നമ്മൾ മുകളിലേക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു പ്രോബ്ലത്തിന്. കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ യൂസിങ് പ്രീവിയസ് സ്റ്റെപ്പ് കൺസ്ട്രക്ട് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ ഒറിജിനൽ പ്രോബ്ലം. പ്രീവിയസ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലോ ഇതൊക്കെയാണ് പ്രീവിയസ് സ്റ്റെപ്പ്. ഇതുവഴിയോ ഒറിജിനൽ പ്രോബ്ലം, അതായത് ഫിബൊനാച്ചി 5 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ എക്സാമ്പിളിൽ ഫൈനലായിട്ടുള്ള ഒറിജിനൽ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഫിബൊനാച്ചി 1 2 അതുവഴി 2 കണ്ടുപിടിച്ചു, 0യും 1ഉം കൊണ്ട് 2 കണ്ടുപിടിച്ചു, അതിനുശേഷം 3 കണ്ടുപിടിച്ചു, ഫിബൊനാച്ചി 4 കണ്ടുപിടിച്ചു, അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് ഫൈനൽ പ്രോബ്ലം സോൾവ് ചെയ്തു. ഓക്കെ, സബ് പ്രോബ്ലം ഉപയോഗിച്ചാണ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ പ്രോബ്ലത്തെ സബാക്കി തിരിച്ചു, അതിനുശേഷം അത് സബ് പ്രോബ്ലം സോൾവ് ചെയ്തു, അതിനുശേഷം സൊല്യൂഷൻ നമ്മൾ ഈ ബോക്സിലേക്ക് സ്റ്റോർ ചെയ്തു, എന്നിട്ട് ആവശ്യമുള്ളിടത്ത് അത് റീയൂസ് സൊല്യൂഷൻസ്. ആ കണ്ടുപിടിച്ച സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ റീയൂസ് ചെയ്തു. ഓക്കെ, ഇത് തന്നെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റോ ഗൂഗിളോ ചെയ്താൽ ഈ പറയുന്ന പോയിൻറ്റ്സ് ആയിരിക്കും കാണുക, അതെന്താണെന്ന് മനസ്സിലായി വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സബ് പ്രോബ്ലം, അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സൊല്യൂഷൻസ് വിൽ ബി യൂസ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ് അല്ലേ, ഡോണ്ട് നീഡ് ടു കാൽക്കുലേറ്റ് അഗെയിൻ. അപ്പോൾ ഇവിടെ എപ്പോഴൊക്കെയാണോ ഓൾറെഡി ഒരു തവണ കാൽക്കുലേറ്റ് ചെയ്ത ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടുന്നത്, അപ്പോൾ ഈ ബോക്സിൽ നിന്നും വാല്യൂ ഇങ്ങോട്ട് വന്ന് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. മനസ്സിലായി വിചാരിക്കും. ഓക്കെ, താങ്ക് യു.